മോളെ മേഘനെ, എന്നോട് ക്ഷമിക്കും മോളെ. എല്ലാരും നിന്നെ അവിടെ നിർത്തിപ്പൊരിച്ചപ്പോ എനിക്ക് അവരോടൊന്നും മറുത്തു പറയാൻ സാധിച്ചില്ല. നിനക്കറിയാലോ, ഈ വീട്ടിൽ എന്റെ വാക്കുകൾക്ക് ഒരു വിലയില്ല. അച്ഛൻ എന്നോട് ക്ഷമാപണം ചോദിക്കാനോ ഞാൻ ക്ഷമിച്ചു എന്ന് പറയാനോ അതിന് തക്ക എന്തേലും തെറ്റച്ഛൻ ചെയ്തിട്ട് വേണ്ടേ? അന്ന് മേഘനന്ദ എന്ന പേരിൽ മിഥുന്റെ ഓഫീസിൽ ജോലിക്ക് ചേരാൻ വേണ്ടി ഞാനാണ് നിന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ട് മാത്രമാണല്ലോ വീണ്ടും നിനക്ക് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ പറയരുതച്ഛ. നമ്മൾ തെറ്റ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. മേഘനന്ദ എന്ന ആ കഥാപാത്രം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അന്ന് മിഥുനേട്ടന്റെ കൂടെ എനിക്കും ടർക്കിയിലേക്ക് പോകുന്നതിനുള്ള അവസരം ഒത്തുകിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ല അച്ഛ. അതെന്തായാലും ഇപ്പൊ മേഘനയും മേഘനന്ദയും ഒരാളാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞില്ലേ? ഇനി നിനക്ക് മേഘനന്ദയുടെ വേഷം അണിഞ്ഞുകൊണ്ട് ജോലിക്ക് പോകേണ്ട കാര്യമില്ല. മേഘനയായി തന്നെ നീ ഓഫീസിലേക്ക് ചെല്ലണം. എന്താ മേഘനെ, എന്താ ആലോചിക്കുന്നത്? ഇത്രയും സംഭവങ്ങൾക്ക് ശേഷം മിഥുനേട്ടൻ എന്നെ ഓഫീസിൽ വെച്ച് കാണുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പറയരുത്. നീ വേഷം മാറിയാവാം അവിടെ ജോലിക്ക് കയറി പറ്റിയത്. എന്നാലും നിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിലുള്ള നിന്റെ യഥാർത്ഥ ഫുൾ നെയിമുമായ കുസുമകുമാരി മേഘനന്ദയായാണ് നീ ഓഫീസിൽ ജോയിൻ ചെയ്തത്. വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും ഓഫീസിൽ നിനക്ക് നിന്റെ ജോലിയിൽ തുടരുവാനുള്ള സർവ്വ യോഗ്യതയുമുണ്ട് മോളെ. നീ ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട. വീട്ടിലും മേഘന, ഓഫീസിലും മേഘനന്ദ. നന്ദ എന്നൊരു ബാലം വെച്ചോണ്ട് എല്ലാവരെയും എന്നെ എത്ര നാളാ കൊരങ്ങടുപ്പിച്ചത്. ഈ കുടുംബം മുച്ചൂട് മുടിക്കാനും ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കാനും ഇനി ഏതറ്റം വരെ പോകുന്നു? ആ മുഖം കണ്ടാൽ ആരെങ്കിലും പറയോ ഇവളുടെ മനസ്സിൽ ഇത്രയും കുരുട്ട് ബുദ്ധി ഉണ്ടെന്ന്? എന്തൊരു കഷ്ടമാണ് നോക്കണേ. മേഘനന്ദ എന്ന പേരും സ്വീകരിച്ചുകൊണ്ട് എത്ര വലിയ ഫ്രോഡ് അവള് കളിച്ചേ. നമ്മള് ചീറ്റ് ചെയ്യാൻ വേണ്ടി ആൾമാരായിട്ട് നടത്താന്നൊക്കെ വെച്ചാ നമ്മൾ രണ്ടുപേരും ആ വിഡ്ഢിവേഷം കെട്ടിയ രാജ്ഞിയെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നുള്ളതാ. ഛേ, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ആ കുഗ്രാമത്തിലെ ചാണകത്തിന്റെ മുൻപിൽ ഇങ്ങനെ തോറ്റു തൊപ്പിയിട്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. അത് വിടും മഞ്ജരി, ഇനിയിപ്പോ അതിനെപ്പറ്റി സംസാരിക്കണ്ട. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ മിഥുൻ? തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കിട്ടിയേ പറ്റൂ. ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചവരാരായാലും അവർക്ക് അതിനുള്ള പണിഷ്മെന്റും കൊടുക്കണം. മിഥുൻ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നാണോ ഇല്ലാതെ ദേ ആ പിശാശ് കേറി വരുന്ന കണ്ടില്ലേ? അവളെ അവിടെ നിൽക്കും മേഘനെ. ഏത് മുഖം വെച്ചിട്ടാ നീ ഈ ഓഫീസിന്റെ പടി ചവിട്ടിയത്? എന്തുദ്ദേശത്തോടു കൂടിയാ വീണ്ടും ആ കസേര കയറി ഇരിക്കാൻ പോകുന്നേ? അതെന്റെ കസേരയാണ്, ഇതെന്റെ ജോലിയും. ഞാൻ എന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാ വന്നത്. ജോലി ഞാൻ ഇതുവരെ ഉപേക്ഷിച്ചു പോയിട്ടില്ല. നിന്റെ ഓവർ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം? ഇപ്പോഴും നിന്റെ സീറ്റ് എവിടെ നിന്നെ കാത്തിരിക്കാന്നാണ് വിചാരം? നീ ഇപ്പോഴും ഇവിടുത്തെ ജീവനക്കാരിയാണെന്ന് ആരാ നിന്നോട് പറഞ്ഞേ? നീ ഞങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് അറിഞ്ഞ അടുത്ത നിമിഷം ഇവിടുത്തെ ജോലി നിനക്ക് നഷ്ടപ്പെട്ടതുപോലെ തന്നെ.
വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ കളിയാക്കിയപ്പോ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് നീ കരുതിയില്ല അല്ലേ? നിന്നെ പോലുള്ള ചീറ്റേഴ്സിന് ഇവിടെ ജോലിയില്ല. വി ആർ ടെർമിനേറ്റിംഗ് യു ഫ്രം ദ കമ്പനി. അത് തീരുമാനിക്കേണ്ടത് നീയല്ല മഞ്ജരി. മിഥുനേട്ടൻ പറയട്ടെ. ഓ, മിഥുൻ പറഞ്ഞാലേ ടെർമിനേഷന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുമെങ്കിൽ മിഥുനെ കൊണ്ട് തന്നെ പറയിക്കാം. മിഥുൻ, ഞാൻ പറഞ്ഞത് നീ തന്നെ ഇവളോട് പറഞ്ഞേക്കേ. മേഘനെ, നീ എന്നോട് കാണിച്ച തെറ്റ് പൊറുക്കാൻ മാത്രം വിശാല മനസ്കതയൊന്നും എനിക്കില്ല. ഇങ്ങനെയുള്ള തെറ്റുകൾ നീ ഈ കമ്പനിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണം. തെറ്റ് ചെയ്തത് ആരായാലും അവര് പിന്നെ ഈ ഓഫീസിൽ ഉണ്ടാകാൻ പാടില്ല. We are terminating you, മേഘനെ. മഹേഷ്, ടെർമിനേഷൻ പേപ്പേഴ്സ് റെഡിയാണോ? യെസ് മാഡം. മിഥുൻ, ഇങ്ങനൊരു കാഴ്ച കൂടി എനിക്ക് ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു. പണ്ടൊരു കാട്ടില് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. അതടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കയറി. പക്ഷെ ഗ്രാമവാസികൾ എല്ലാവരും കൂടി അതിനെ അവിടെ നിന്ന് അടിച്ചോടിച്ചു. പിന്നെ ആ കുറുക്കൻ ഒരു പുലിത്തോലെടുത്ത് അണിഞ്ഞുകൊണ്ട് ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അതിനെ കണ്ട് ഗ്രാമവാസികൾ പേടിച്ചപ്പോ ആ കുറുക്കൻ അവിടെ ആവശ്യമുള്ള തീറ്റയും കഴിഞ്ഞ് പോവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ കുറുക്കന്റെ പുലിത്തോൽ അങ്ങനെ ഊരി താഴെ വീണു. അങ്ങനെ ജനങ്ങളെല്ലാവരും അത് കുറുക്കനാണെന്ന് മനസ്സിലാക്കി. അതോടെ അവര് കുറുക്കന്റെ കാല് രണ്ടും തല്ലിയൊടിച്ച് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. കാല് നഷ്ടപ്പെട്ട ആ കുറുക്കൻ കഷ്ടം, കാട്ടിൽ പോലും തീറ്റ തേടാനാവാണ്ട് പട്ടിണി കിടന്ന് ചത്തുപോയി. നിന്നെ കാണുമ്പോ ആ കുറുക്കനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്റെ പൊന്നു മേഘനെ. മേഘനന്ദ എന്ന മാറാപ്പിന് പുറകിൽ ഇവിടെ അങ്ങ് വേരിറങ്ങാന്ന് നീ കരുതി. മിഥുന്റെ വലങ്കയായി മാറാമെന്ന് നീ സ്വപ്നവും കണ്ടു. മിഥുൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി അത് മുതലെടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ നീ അണിഞ്ഞ ആ പുലിത്തോലഴിഞ്ഞ് താഴെ വീണു. നിന്റെ തനി സ്വരൂപം വെളിച്ചത്താവുകയും ചെയ്തു. ഈ ഒരൊറ്റ കാരണം മതി മേഘനെ. ഇനി ജീവിതത്തിൽ ഒരിക്കലും മിഥുൻ നിന്നെ അവനോട് അടുപ്പിക്കാതെ ആട്ടി പുറത്താക്കാൻ. നിന്റെ തോൽവി തുടങ്ങി. ആയിക്കോട്ടെ മഞ്ജരി, സാഹചര്യങ്ങൾ എനിക്കെതിരായതുകൊണ്ട് ഇന്ന് നീ ആഘോഷിക്കുന്നുണ്ടാവും. എന്റെ ഇന്നത്തെ ഈ അവസ്ഥ കണ്ട് നീ അടിമുടി ആനന്ദിക്കുന്നുണ്ടാവും. സന്തോഷിച്ചോ, അത് നിന്റെ അവകാശം. പക്ഷെ വേറൊരു കാര്യം കൂടി നീ ഓർക്കണം. നിന്നെ കണ്ട് ഞാൻ ചിരിക്കുന്ന ഒരു നാൾ എന്റെ ജീവിതത്തിലും ഉണ്ടാവും. അന്നത്തെ നിന്റെ അവസ്ഥ കണ്ട് ഞാൻ ആഘോഷിക്കുന്ന ഒരു നാൾ അധികം വിദൂരത്തിലല്ല. അയ്യോ വേണ്ട മേഘനെ, നീ ഇങ്ങനെ തമാശ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ. ഇതിരിക്കട്ടെ, ഈ പേപ്പേഴ്സ് ഒക്കെ നീ കൊണ്ടുപോയി നല്ലൊരു ഫ്രെയിം ഒക്കെ ചെയ്ത് നിന്റെ ആ സ്റ്റോർ റൂമിന്റെ ഭിത്തിയിൽ വെച്ചോ, പൂജയും ചെയ്തോ. അതല്ലാതെ ഇനി നിനക്ക് ചെയ്യാൻ വേറൊരു പണിയില്ലല്ലോ.
കാര്യങ്ങൾ ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മേഘന തന്നെയാണ് മേഘനന്ദ എന്ന് എല്ലാവരും അറിഞ്ഞതോടെ മേഘനയുടെ നരകയാതനയും തുടങ്ങിയിരിക്കുക. എന്തോ വലിയ മോഷണം നടത്തിയ പോലെ എല്ലാവരും അവളോട് പെരുമാറുന്നത്. ഇപ്പൊ ഓഫീസിലെത്തി മേഘനയോട് മിഥുൻ എങ്ങനെയായിരിക്കുമോ പെരുമാറുന്നത്? ജയദേവ, എന്ത് പറ്റിയടാ? വല്ലാതിരിക്കുന്നല്ലോ. മേഘന ഓഫീസിലേക്ക് പോയിരിക്കല്ലേ അമ്മേ. അവിടെ മിഥുനും മഞ്ജരിയും കൂടി അവളെ നിർത്തിപ്പൊരിക്കുന്നുണ്ടോന്നാണ് ഇപ്പൊ എന്റെ പേടിയമ്മേ. മേഘന ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ആൾമാറാട്ട കളി വലിയൊരു തെറ്റായി മാത്രമേ എല്ലാരും കാണൂ. ഒരു വിധത്തിൽ അവൾ എല്ലാരെയും പറ്റിക്കായിരുന്നില്ലേ? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. സ്ഫടികം പോലെ തെളിഞ്ഞു കാണുന്ന സത്യത്തെ അവഗണിക്കാനും മേഘന തെറ്റുകാരിയാണെന്ന് വരുത്തി തീർക്കാനുമാണ് എല്ലാവർക്കും ആഗ്രഹം. മേഘനെ, നീ എന്താ മോളെ പെട്ടെന്നിങ്ങ് പോകുന്നത്? മിഥുൻ നിന്നെ വഴക്ക് പറഞ്ഞോ? അതോ മഞ്ജരി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എന്ത് പേപ്പേഴ്സ് അടാ അത്? മേഘനയും ഇതിന് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറ്റവാളിയാണെന്ന് സ്വയം തീരുമാനിച്ച് മിഥുൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് കൊള്ളാലോ ജയദേവേട്ടാ. തീയാണ് പൊള്ളൂന്ന് അറിഞ്ഞുകൊണ്ട് തീക്കൊള്ളിയെടുത്ത് ചൊറിയാൻ ആരും നിന്നു കൊടുക്കില്ലല്ലോ. ഈ മേഘന വെറും ഉടായിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് ഏത് വകുപ്പിലാ മിഥുൻ പിടിച്ച് ഓഫീസിലിരുത്തുന്ന ജയദേവേട്ടൻ കരുതിയെ? മേഘന എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഒരു വട്ടം ഒന്ന് ആലോചിക്കാൻ പോലും അവന് തോന്നിയില്ലല്ലോ. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനാണോ മിഥുൻ എന്ന ബിസിനസ്മാൻ? ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞ ശേഷം ആ തെറ്റിന്റെ പുറകിലുള്ള കാരണം അന്വേഷിച്ചു പോകുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഉപ്പ് തിന്നത് ആരാണെങ്കിലും വെള്ളം കുടിച്ചേ പറ്റൂ ജയദേവേട്ട. ജയേട്ടൻ ഇത് എന്തിന്റെ കേടാ? മേഘന ചെയ്തത് കൊച്ചു കാര്യം വല്ലതുമാണോ? ഇപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യാനാണല്ലോ ജയേട്ടൻ ശ്രമിക്കുന്നത്. ഈ ആൾമാറാട്ടം എന്ന് പറയുന്നത് അഴിക്കുള്ളിൽ കിടക്കേണ്ട വലിയ കേസാണ്. കോട്ടെ സാറില്ല എന്ന് വിചാരിക്കാൻ പറ്റുന്ന ചെറിയ കേസൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൻ ഇത് ക്ഷമിക്കില്ല. ഇനിയും എന്തിന്റെ പേരില ജയേട്ടൻ അലിവ് കാണിക്കുന്നെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, മിഥുൻ നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ പേരിൽ നീ സങ്കടപ്പെടുന്നു വേണ്ട. നീ ചെയ്ത തെറ്റിന് യഥാർത്ഥത്തിൽ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടത്. നിന്നോട് സഹതാപം തോന്നി അവൻ ടെർമിനേഷൻ തന്നു വിട്ടതാവും. അതവന്റെ മഹാമനസ്കതയാണെന്നോർത്ത് ആശ്വസിക്കുക. ഒരിക്കൽ നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു. നിഷ്കളങ്കയായ പെൺകുട്ടി, എന്നാലും ഉത്തരവാദിത്ത ബോധമുള്ളവൾ, നന്മയുള്ള മനസ്സാണ്. എല്ലാവരും ഇവളെ കണ്ടുവേണം പഠിക്കാൻ എന്നൊക്കെയാണ്. പക്ഷേ അതെല്ലാം എന്റെ വെറും തെറ്റിദ്ധാരണകളാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. നിന്റെ കുഗ്രാമത്തിലെ കുബുദ്ധിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? തണുപ്പ് കാലത്ത് സൂര്യന്റെ താപം നമ്മൾ അറിയില്ല. പക്ഷെ വേനൽക്കാലത്ത് തുളച്ചു കയറുന്ന ചൂടായിരിക്കും. തണുപ്പ് കാലത്ത് സൂര്യന്റെ ചൂടിന് കൊതിക്കുന്നവർ വേനൽക്കാലത്ത് ആ സൂര്യനെ തന്നെ പഴിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ സൂര്യന് മാറ്റമൊന്നുമില്ല. കാലമാണ് മാറിയത്. മാറി എന്നും പറഞ്ഞ് സൂര്യനെ പഴിച്ചിട്ട് കാര്യമില്ല. മാറിയ കാലത്തിന് അനുകൂലമായി ജീവിക്കാനാണ് പഠിക്കേണ്ടത്.
നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു സത്യം ഞാൻ പറഞ്ഞോട്ടെ. എന്നോട് ദേഷ്യം കാണിക്കാൻ നിങ്ങൾ കണ്ടെത്തുന്ന കാരണങ്ങളെല്ലാം തെറ്റാണ്. എന്നെ വെറുക്കാനും മറിക്കാനും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സംശയങ്ങളും ശരിയല്ല. നെല്ലും പതിരും വേർതിരിയുമ്പോ സത്യം സ്ഫടികം പോലെ തെളിഞ്ഞു വരും. കേട്ടോ അരുണി മേച്ചി, ചേച്ചിയുടെ മുമ്പിൽ ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും ഞങ്ങൾ എല്ലാവരും പേടിക്കും. ചേച്ചിയുടെ വാക്കുകളെ എതിർക്കാൻ ഞങ്ങൾക്കാർക്കും ധൈര്യം ഉണ്ടായിട്ടുമില്ല. എന്നിട്ടിപ്പോ മേഘന ചേച്ചിയുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ചേച്ചിയെ തന്നെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലേ? പറയാനുള്ള അവസരം ഒത്തുകിട്ടിയതുകൊണ്ട് ചെറിയമ്മോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഗ്നി അണയ്ക്കണമെങ്കിൽ നീരാണ് തളിക്കേണ്ടത്. പക്ഷെ എരുതിയിൽ എണ്ണയൊഴിച്ച ആളി കത്തുകയുള്ളൂ. ചെറിയമ്മ എന്തിനാ എപ്പോഴും രണ്ടാമത്തേത് തന്നെ ചെയ്യുന്നത്? അഗ്നി ആളിക്കത്തുമ്പോൾ അത് അണയ്ക്കാനാണ് ശ്രമിക്കേണ്ടത്, പകരം എണ്ണയൊഴിച്ച് വളർത്തരുത്. ഈ സത്യം ചെറിയമ്മ മനസ്സിലാക്കുമ്പോ ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും അന്ത്യമുണ്ടാവും. ഈ കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാവില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്ന മേഘനെ? ഞാൻ കാരണം ഇവിടെ വഴക്കുകൾ ഉണ്ടാവുന്നെന്നോ? ഇവിടെ ഉള്ളവരെല്ലാം ഇളക്കി വിടുന്നത് ഞാനാണെന്നാണോ? നല്ലോണമെന്ന് ആലോചിച്ച ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. ചെറിയമ്മയുടെ സ്വഭാവം മാറ്റുന്നതാണ് നല്ലത്. ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ മറ്റൊരു മാർഗമല്ല ചെറിയമ്മേ. ചേച്ചി അതുവെല്ലാം കേട്ടോ? അവളുടെ നാവിന് നീളം കൂടി വരിക. പ്രായത്തിൽ മൂത്തവരാണെന്നുള്ള ചിന്ത പോലും ഇല്ലല്ലോ. വിട്ടുകള പ്രിയമ്പത്, ചെയ്ത തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കാൻ മനസ്സിലാത്തോണ്ട മറ്റുള്ളവരുടെ തെറ്റുകൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അവളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം തെറ്റുകൾ അവളെ സമ്മതിച്ചില്ലെങ്കിലും അവൾക്കുള്ള ശിക്ഷ മിഥുൻ തന്നെ കൊടുത്തു കഴിഞ്ഞല്ലോ. ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. മിഥുൻ എന്തിനാ മേഘനയെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തത്? ഇനിയിപ്പോ ഓഫീസിലുള്ള സമയത്ത് മേഘനയ്ക്ക് മിഥുനൊപ്പം കഴിയാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ മിഥുനെ വേട്ടയാടാൻ പോകുന്ന അപകടങ്ങളുടെ ആഘാതവും കൂടും. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്നെ പോലുള്ള ചീറ്റേഴ്സിന് ഇവിടെ ജോലിയില്ല. വി ആർ ടെർമിനേറ്റിംഗ് യു ഫ്രം ദ കമ്പനി. ഇങ്ങനെയുള്ള തെറ്റുകൾ നീ ഈ കമ്പനിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണം. വി ആർ ടെർമിനേറ്റിംഗ് യു മേഘന. എക്സ്ക്യൂസ് മീ. എന്തു പറ്റി മേഘനെ? എന്താ ആലോചിച്ചിരിക്കുന്നെ? ഓ, കീറിയ സാരി തുന്നായിരുന്നോ? നിന്റെ ജീവിതം തുന്നി ചേർക്കാൻ ശ്രമിക്കും പോലെ സിംബോളിക്കായ വല്ലാത്തൊരു സീൻ. ഐ ലൈക്ക് ഇറ്റ്. എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊന്നും വേണ്ട മേഘനെ. ജോലി നഷ്ടപ്പെട്ട് പെരുവഴിയിലായിരിക്കല്ലേ. സമ്പാദ്യം കയ്യിലില്ലാണ്ടാവുമ്പോ പ്രിയമത ആന്റിയുടെ നെക്ലസ് നന്നാക്കി കൊടുക്കാൻ പണം എവിടെ നിന്ന് ഉണ്ടാക്കും മേഘനെ? നിനക്ക് ചേരുന്ന എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു ജോബ് ഓഫേഴ്സ് ഇതിലുണ്ട്. വേണമെങ്കിൽ ശ്രമിച്ചു നോക്ക്. പ്രയോജനപ്പെടുത്താനാവട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാ. വെച്ചോ. വാങ്ങിക്കും മേഘനെ. നാളെ തൊട്ട് വീണ്ടും ഇന്റർവ്യൂസിന് പോണം. അവിടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഏറ്റവും ഒടുവിൽ 10,000 15,000 എന്തെങ്കിലും ഒരു ഊച്ചാളി ജോലിയും കിട്ടും.
ഉണ്ടായിരുന്ന ആ ഒരു ജോലി നഷ്ടപ്പെട്ടപ്പോ മറ്റൊരു ജോലി കണ്ടെത്താതെ നിർവാഹമില്ലല്ലോ. പിടിച്ചോ. താങ്ക് യു സോ മച്ച് മഞ്ജരി. നീ വളരെ സ്വാർത്ഥതയുള്ള ഒരു പെണ്ണാണെന്നും സ്വന്തം ലാഭം നോക്കിയേ എന്തും ചെയ്യുള്ളൂ എന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും മടിക്കില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നെ. എന്തായാലും ആദ്യമായിട്ട് നിന്നിൽ നിന്ന് ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ കാണുന്നെ. ഇത്ര വലിയ ഉദാര മനസ്കതയാണ് നീ കാണിച്ചതെന്നറിയോ? മേഘനെ, ജോലി പോയതിന്റെ ടെൻഷനിൽ നിനക്ക് വല്ല പാനിക് അറ്റാക്കും ഉണ്ടായോ? അപ്പൊ തലയിൽ വല്ല ഞരമ്പും പെടഞ്ഞതായിരിക്കോ? എന്നെ 4 ചീത്ത വിളിക്കാനുള്ളതിന് വലിയ വലിയ വാക്കുകളൊക്കെ പറയുന്നല്ലോ. എത്ര വലിയ കള്ളത്തരവും ചതിയുള്ളവരാണെങ്കിലും എന്നെങ്കിലും ഒരു നാള് അവരിലൊരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നിന്നിലും ഇന്ന് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാ ചെറുതായിട്ടൊന്ന് അഭിനന്ദിച്ചത്. സ്വാർത്ഥത എന്ന് നിന്റെ ശീലമല്ലേ നീ ഉപേക്ഷിച്ചത്? മുതുകത്ത് കുത്തുന്ന സ്വഭാവം നിന്നിലിപ്പോ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് മഞ്ജരി. ഈ സമയത്ത് എന്നെ സഹായിക്കണമെന്ന് നിനക്ക് തോന്നിയത് നിന്റെ ഉള്ളിൽ നന്മയുടെ വിത്തുറച്ചതിന്റെ സൂചനയല്ലേ? നിന്നെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു മഞ്ജരി. ഇതെന്താ, ഇവളിവിടെ ഒരു പുകില് തന്നെ സൃഷ്ടിക്കുമെന്ന് കരുതിയപ്പോ അവൾക്കൊരു കുലുക്കും ഇല്ലല്ലോ. എന്നോട് ദേഷ്യമാണെങ്കിലും എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് ഈ ജോബ് വേക്കൻസി ഓഫേഴ്സ് കൊണ്ടുവന്ന് തന്നല്ലേ. ഇനിയിപ്പോ എനിക്ക് വേണ്ടി അല്ലെങ്കിലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ ഇന്റർവ്യൂസിനെല്ലാം പോവും. എന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന മഞ്ജരിയുടെ മനംമാറ്റം തന്ന ധൈര്യത്തിൽ ഇതിലേതെങ്കിലും ഒരു ജോലി ഞാൻ ഉറപ്പായിട്ടും നേടുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് മഞ്ജരി. ആന്റി, അവളുടെ തലയ്ക്ക് ഓളാണോ? പരസ്പര ബന്ധമില്ലാത്ത രീതിയിലല്ലേ അവള് സംസാരിക്കുന്നേ? അവള് പറഞ്ഞത് അവക്ക് മനസ്സിലായോ എന്തോന്നറിയില്ല. എനിക്കെന്തായാലും ഒരു അക്ഷരം മനസ്സിലായില്ല. നിന്നെ കണ്ടതും രുദ്രതാണ്ഡവം കളിക്കുന്ന ഞാൻ കരുതിയെ. ഇത്ര കൂളായി സംസാരിക്കണെങ്കി അവളുടെ രൂപവും ഭാവവും ഒക്കെ എന്തോ പന്തികേടുള്ള പോലെ തോന്നുന്നു. എന്തായിരിക്കും കഥ? അവളുടെ മനസ്സിലിപ്പോ ജോലി നഷ്ടപ്പെട്ടതിന്റെ വിഷമമല്ലേ ഉണ്ടാവണ്ടേ? എല്ലാവരും വഴക്ക് പറയുന്നതിന്റെ നിരാശാബോധവും ഉണ്ടാവണം. പക്ഷെ മേഘനയിൽ അതൊന്നും കാണുന്നില്ലല്ലോ. അതെന്താ? നമ്മുടെയൊക്കെ വിചാരങ്ങളൊക്കെ കടന്ന് മറ്റെന്തൊക്കെയോ അവള് കണക്ക് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് പോലും അറിയാത്ത എന്തൊക്കെയോ അവള് കാട്ടിക്കൂട്ടും. നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിൽ എന്തിനോ വേണ്ടിയാണ് അവള് പതുങ്ങുന്നത്. അതൊന്നും ആയിരിക്കില്ല മഞ്ജരി. നമ്മളെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം വലിയ ധൈര്യശാലിയായിട്ട് അഭിനയിക്കുന്നയാ. അവള് മൂങ്ങിക്കൊണ്ടിരുന്നാലേ നമ്മുടെ വായിലിരിക്കുന്നത് വീണ്ടും കേൾക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാ ഈ വേഷം കെട്ട്. ഇല്ലാത്ത ഗാംഭീര്യം അഭിനയിച്ച് തകർക്കുക. തകർന്ന് തരിപ്പണായി വെളറി വെളുത്ത ആ മുഖം പൗഡർ പൂശി ബലം പിടിച്ചു വെച്ചിരിക്കുക. കാര്യാക്കണ്ട. അല്ല, മേഘനയ്ക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. എന്തായിരിക്കും അവളുടെ പ്ലാൻ? Congratulations, Kusumukumari Meghananda. You are selected. താങ്ക് യു സർ. Wow, what an explanation. സ്വിച്ച് ബോർഡ് അവിടെ ഉള്ളതെന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ. ഇതിപ്പോ നല്ല പരിചയമുള്ളതുപോലെയാണല്ലോ. നീ അവിടെ ചെന്ന കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്തത്? അത് മിഥുനേട്ടാ, ഞാനത് പിന്നെ
വീട്ടിലും മേഘന, ഓഫീസിലും മേഘനന്ദ. നന്ദ എന്നൊരു വാലും വെച്ചോണ്ട് എല്ലാവരെയും നീ എത്ര നാളാ കൊരങ്ങളിപ്പിച്ചത്? മേഘന ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ അവളുടെ വിവരക്കേടോ? ഇങ്ങനെ കുടുംബത്തിലെ സകല ആളുകളെയും ഒറ്റയടിക്ക് പറ്റിക്കേണ്ട അവസ്ഥ എന്തായിരുന്നു അവൾക്ക്? വേഷവും മാറി പേരും മാറ്റി ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്യുക ചില നേരത്ത് ഭയങ്കര ബുദ്ധിമതിയാ. എന്നാൽ മറ്റു ചില സമയത്തോ ഒരു മരം മണ്ടിയാണെന്ന് തോന്നിപ്പോവും. ചില സമയത്ത് അവളുടെ രീതി കാണുമ്പോൾ വല്ലാത്ത ഇഷ്ടം തോന്നും. എന്നാൽ വേറെ ചില സമയത്തോ അവൾ നേരെ വിപരീതമായി പെരുമാറുകയും ചെയ്യും.